بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ ആഖിറത്തിൽ നന്മ തിന്മ തൂക്കുന്ന സമയത്ത് നന്മക്ക് ഭാരമായ ഒരു കർമ്മമായി കബൂൽ ചെയ്യുമാറാവട്ടെ. നല്ലത് അറിയാനും പറയാനും പഠിക്കാനുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധരായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ നമ്മോട് വിട പറയുകയാണ്. സാധാരണ ഒരു മാസം വിട പറയുന്നതിൻ്റെ സമാനതയാണ് നമുക്ക് ഈ റബീഉൽ അവ്വലിലും ഉള്ളതെങ്കിൽ പരിഭവമില്ല. അല്ലെങ്കിൽ റബീഉൽ അവ്വൽ തീരുന്നതിൽ നമുക്ക് പ്രയാസങ്ങളില്ല. പുതുതായി നന്മകളൊന്നും വർദ്ധിച്ചിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു മുഹിബ്ബ് എന്ന അർത്ഥത്തിൽ നമ്മൾ ധാരാളം മാറ്റങ്ങൾ, സമൂലമായ മാറ്റം നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ എന്നാണ് നാം റബീഉൽ അവ്വലിനെ പരിചയപ്പെടുത്താറ്. മറ്റു വിശിഷ്ടമായ മാസങ്ങളായ മുഹറത്തിലോ റമദാനിലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം അള്ളാഹു സംവിധാനിക്കാതിരുന്നത് തന്നെ നേരത്തെ ഒരു പ്രത്യേകതയും ഇല്ലാത്ത മുത്തുനബി തങ്ങളുടെ ജനനം കൊണ്ട് മാത്രം ആ മാസത്തിന് പ്രത്യേകത ഉണ്ടാവണം എന്ന് കരുതിയത് കൊണ്ടാണ് റബീഉൽ അവ്വലിനെ അള്ളാഹു സെലക്ട് ചെയ്തു. അപ്പോൾ ആ മാസത്തിന് നമ്മൾ ഏറെ മഹത്വം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? എന്താണ് കൊടുത്തത്? കുറച്ച് മൗലിദുകൾ ചൊല്ലിയതാണോ? അല്ല, നമുക്ക് സമൂലമായ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? മുത്തുനബി തങ്ങളെ കൂടുതൽ പഠിക്കാൻ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ ഇടയ്ക്കിടെ ആലോചിച്ചുകൊണ്ടിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചെടുത്ത് തുടരാം എന്ന് വിചാരിക്കുന്നു. ഒരാൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്ത കാര്യത്തെ വെറുക്കുകയും ഇഷ്ടപ്പെട്ട കാര്യത്തെ ഇഷ്ടപ്പെടുകയും ചുരുക്കത്തിൽ അവിടുത്തെ സ്വഭാവത്തെ നാം ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യണം എന്നതായിരുന്നു കഴിഞ്ഞ പരമ്പരകളിലെ നമ്മുടെ വിഷയം. അതിലേറ്റവും പ്രധാനമായി പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ ആരോടും വെറുപ്പ് ഉണ്ടാവാൻ പാടില്ല എന്ന്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന നാം ഒരാളെയും വെറുക്കരുത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തത് പ്രകാരം നമുക്കറിയാം. അവിടുന്ന് വസിയത്ത് ചെയ്തത് ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ, മോനെ അനസേ, ആരോടും വെറുപ്പില്ലാത്തൊരു മനസ്സ് നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ ഫഫ്അൽ, നീ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അതെൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയാണ്. ആ ഒരു ഹദീസ് യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഹദീസിൻ്റെ ഒരു അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മറ്റൊരു വശം ആലോചിക്കുമ്പോൾ ഏതൊരു മുഹിബ്ബും മഹബൂബിനോട് ഇഷ്ടം കൂടുമ്പോൾ മഹബൂബിനെ കാണാനും ആരെയാണോ ഇഷ്ടം വെക്കുന്നത് അവരോട് ചേർന്ന് നിൽക്കാനും ഇഷ്ടപ്പെടും, സ്വാഭാവികമാണ്. നാട്ടിലേക്ക് ചില ആൾക്കാർ ഒരാഴ്ച 2 ആഴ്ച ലീവൊക്കെ ഉണ്ടായാലും വരും. സാമ്പത്തികമായി വലിയ ഭദ്രതയോ ടിക്കറ്റിൻ്റെ ഫെയർ കമ്പനി ഏറ്റെടുക്കുന്നത് കൊണ്ടൊന്നും അല്ല അവർ വരുന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ ഉള്ള ജ്യേഷ്ഠന്മാർ, സഹോദരന്മാർ, അമ്മാവന്മാരൊക്കെ വേഗത്തിൽ നാട്ടിൽ വരുന്നതാണ്. അതിനവർ പറയുന്ന കാരണം റബീഉൽ അവ്വൽ നാട്ടിൽ തന്നെ കൂടണം എന്നാണ്. റമദാൻ നാട്ടിൽ കൂടിയാലേ സന്തോഷമാവുന്നതാണ്. അതെന്താ കല്യാണത്തിന് മുമ്പ് ഇല്ലായിരുന്നു? കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഒരു ബോധം കാണുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവരെ കുറ്റം പറയാനില്ല. ആ 2 ആഴ്ചയാണെങ്കിൽ 2 ദിവസമാണെങ്കിലും ഭാര്യയോടൊന്നിച്ച് ജീവിക്കുക. ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരോടൊന്ന് ജീവിക്കുക, അവരെ കാണുക, അവരോട് ചേർന്ന് നിൽക്കുക. ഇത് സ്വാഭാവികമല്ലേ? ഉറപ്പല്ലേ?
ഒരാളുടെ മഹബത്ത് നിഷ്കളങ്കമാണെങ്കിൽ മഹബൂബിനെ എപ്പോഴും കാണണം, മഹബൂബിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കണം, മഹബൂബിനോട് തൊട്ടുരുമ്മി ഇരിക്കണം, മഹബൂബിനൊരു ചുംബനം കൊടുക്കണം, മഹബൂബിനോട് ചേർന്ന് നിൽക്കണം. ഇത് ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ടും ഭൗതികമായി ചിന്തിച്ചാൽ തന്നെ നമ്മൾ വിചാരിക്കുന്നതാണ്. അതെന്തായാലും ഉണ്ടാവും. അതുപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അനസേ ഇൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദിൻ. ഒരാളോടും വെറുപ്പില്ലാതെ ജീവിക്കാൻ നിനക്ക് പറ്റുവാണെങ്കിൽ നീ ജീവിക്കണം. ഫഫ്അൽ, നീ അങ്ങനെ ജീവിക്കണം. ശേഷമാണ് നമ്മുടെ മാറ്ററിലേക്ക് വരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമ്മ ഖാൽ, പിന്നെ അവിടുന്ന് പറഞ്ഞു, അതാണ് എൻ്റെ ചര്യ. എങ്ങനെ? ആരോടും വെറുപ്പില്ലാതെ ജീവിക്കലാണ് എൻ്റെ ചര്യ. ഒരാളോടും വിദ്വേഷമില്ല, വെറുപ്പില്ല. അതാണ് എൻ്റെ ചര്യ. എൻ്റെ ചര്യയെ ഇഷ്ടപ്പെട്ടാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്നെ കാണത്തക്ക വിധത്തിൽ സ്വർഗത്തിലാണ്. അവൻക്ക് എപ്പോഴും അവൻ്റെ സ്വർഗ വീട്ടിൽ നിന്ന് എൻ്റെ വീടും എന്നെയും കാണാം. ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത് കാണാം. ഇവിടെ ഒരാൾ മുഹിബ്ബാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴി കൂടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വമിൻ അലാമത്തിൽ മഹബ്ബ, ഒരു ആൾക്ക് മറ്റൊരാളോട് മഹബത്തുണ്ടെങ്കിൽ കസറത്തു ഷൗഖി ഇലാ ലിഖാഇഹി, ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെ കാണാൻ ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അതാണ് നാട്ടിലേക്ക് കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നതും, അല്ലെങ്കിൽ അവർ പണത്തെ അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ പൈസയൊന്നും വകവെക്കാതെ അവരിങ്ങനെ കൂടെ കൂടെ വരുന്നത് ആരെയോ മനസ്സിൽ ധ്യാനിച്ചിട്ട് വരുന്നതുകൊണ്ടാണ്. എങ്കിൽ സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം എന്നൊരു പൂതി നമുക്കുണ്ട്. ഇവിടുന്ന് ഏതായാലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ ആരോടും വെറുപ്പുണ്ടാവാൻ പാടില്ല. ഒരു മുഹിബ്ബിന്റെ ഖൽബ് എങ്ങനെയാവണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനെയാണ് ഒന്ന് മാറ്റം വരുത്തിയിട്ട് റബീഉൽ അവ്വൽ വിട പറയേണ്ടത്. എന്താണ് മനസ്സിൽ ആരോടും വെറുപ്പില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലോകത്ത് ആദ്യമായി ഉണ്ടായ ഒരു തെറ്റുണ്ട് മനുഷ്യർക്കിടയിൽ, ആ തെറ്റുണ്ടാവരുത് എന്നാണ്. അവ്വലു മഅസിയത്തിൻ, ഏറ്റവും ആദ്യമുണ്ടായ തെറ്റ്, അസല്ലാഹ ബിഹാ ഫിൽ അർദ്, ഭൂമിയിൽ ആദ്യമായി ഉണ്ടായിരുന്ന തെറ്റ് ഏതാണ്? അസൂയയാണ്. അസൂയ. മഹാനായ സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളായ ഹാബീൽ, ഹാബീൽ, ഈ ഹാബീൽ എന്നവരെ കൊന്നത് ഹാബീലിനോടുള്ള അസൂയ കൊണ്ടാണ് ഹാബീൽ കൊന്നത്. ഫകാനൽ ഹസദു ഹാമിലൻ എന്നാണ്. അസൂയയായിരുന്നു അവരെ ആ തെറ്റിന് പ്രേരിപ്പിച്ചത്. അത് ഭൂലോകത്ത് മാത്രമല്ല, ആകാശലോകത്തായാലും അങ്ങനെ തന്നെ. ആദ്യമായിട്ട് ലോകത്തുണ്ടായ തെറ്റേത് ആകാശത്ത്? ഇബ്ലീസ് എന്ന് പറയുന്ന ദുഷ്ടൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്തില്ല. എന്തുകൊണ്ട്? ഇബ്ലീസിന് ആദം നബിയോട് അസൂയ, അതന്നെയാണ് അതിന്റെ കാരണം. ഹാബീൽ ഹാബീലിനെ കൊന്നതോ? അതും അസൂയ തന്നെ. അപ്പൊ ആകാശലോകത്തും ഭൂലോകത്തും ഉണ്ടായിരുന്ന ആദ്യ തെറ്റുകളെ മനസ്സിൽ ഉണ്ടാവാതിരുന്നാലാണ് എന്നോടുള്ള മഹബത്ത് പൂർത്തിയാവുന്നത് എന്നാണ് ഈ ഹദീസിന്റെ ഒരു താല്പര്യം. അസൂയ ഉണ്ടാകാൻ പാടില്ല, ആരോടും അസൂയ ഉണ്ടാവില്ല. എനിക്കാരോടും അസൂയില്ല എന്ന് പറഞ്ഞുകൊണ്ടായില്ല, ചെറുതായിട്ട് അവിടെ ഒന്ന് വിശദീകരിക്കണം എന്ന് തോന്നുന്നു. അസൂയ എന്ന് പറഞ്ഞാൽ പല കോലത്തിലും ഉണ്ടാവും. അസൂയ പലപ്പോഴും കുഫറിലേക്ക് വരെ എത്തിക്കും എന്ന് പറയാൻ കാരണം, അസൂയ വെക്കുന്നവന്റെ മനസ്സിലുള്ളത് അവനിക്ക് അത് കൊടുത്തത് ശരിയായില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ കൊടുത്ത ആള് റബ്ബാണ്, അള്ളാഹു ആണല്ലോ ഒരാൾക്ക് അനുഗ്രഹം കൊടുക്കുന്നത്. അയാൾക്കല്ല ശരിക്കും റാങ്ക് കിട്ടേണ്ടത് എന്നല്ല പറയുന്നേക്കാം. അള്ള കൊടുത്തില്ല ഇപ്പം ഏതായാലും. അപ്പെണ്ണ് ഏതായാലും അയാൾക്ക് യോജിക്കുന്നല്ല. അപ്പെണ്ണ് നല്ല പെണ്ണ്, എനിക്കറിയാം, ഞാൻ പഠിപ്പിച്ചതാണ്, അല്ലെങ്കിൽ നമ്മളെ ഒന്നിച്ച് പഠിച്ചതാണ്, ഭയങ്കര സംഭവമാണ്, എൻ്റെ കുടുംബമാണെന്ന്. പക്ഷെ അച്ചെറുക്കൻ്റെ പറ്റൂല. അള്ളയാണ് അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ഇയാരാ പറയാ? അസൂയയാണ് പലപ്പോഴും ഇത്തരം വർത്തമാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അസൂയ പല പല കോലത്തിലും ഉണ്ട്. ഒന്നാമത്തത് വേറൊരാൾക്കുണ്ടായ ഒരു അനുഗ്രഹം അയാളിൽ നിന്ന് നഷ്ടപ്പെടണം എന്ന് ചിന്തിക്കുകയും
ആ അനുഗ്രഹം എനിക്ക് കിട്ടുകയും ചെയ്യണം എന്ന് ചിന്തിക്കുകയും ചെയ്യാം. സാധാരണ നമ്മൾ പറയുന്ന ഒരു അസൂയയുടെ രൂപമാണല്ലോ. രണ്ടാമത്തെ വേറൊരു കോലം ഉണ്ടാവും. എനിക്ക് കിട്ടണമെന്നൊന്നുമില്ല, കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, അയാൾക്ക് അത് നഷ്ടപ്പെടണം എന്ന് ചിന്തിക്കുക. നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് അത്തരം ഒരു ചിന്ത ചിലപ്പോൾ ഉണ്ടായാൽ ആ രണ്ടാമത്തേതാണ് വഹാദ അശറുമിനൽ അവ്വൽ എന്ന ഇമാമിങ്ങൾ പറഞ്ഞ. ഒന്നാമത്തതിനേക്കാൾ കടുപ്പമാണെന്ന് ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം. എനിക്ക് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, അയാൾക്ക് അതുണ്ടാകാൻ പാടില്ല. വേറൊരാൾക്ക് ഒരു അനുഗ്രഹം കിട്ടുന്നതിനെ വെറുക്കുക എന്ന് പറയുന്നത് ഹറാമാണ്. നമ്മൾ വേണ്ടത് നമുക്ക് എന്തെല്ലാം അനുഗ്രഹം ഉണ്ടോ ആ അനുഗ്രഹം മറ്റുള്ളവർക്ക് കിട്ടണം, എനിക്ക് കിട്ടാത്തതും കിട്ടണം. എൻ്റെ മക്കൾ ഏതായാലും 2 വട്ടം ഗൾഫിൽ പോയി വിസിറ്റിങ്ങിന് പോയിട്ട് ശരിയായില്ല, അവരുടേതെങ്കിലും റെഡിയാവണം എന്ന അർത്ഥത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടട്ടെ, മറ്റുള്ളവർക്ക് അനുഗ്രഹം കിട്ടിയാൽ ഇന്നെൻ്റെ മോൻ്റെ വീട് കൂടലാണ്, കുറ്റിയടിയാണ് എന്നൊക്കെ പറയും. അൽഹംദുലില്ലാ 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 പറഞ്ഞോട്ടേയിരിക്കും. അങ്ങനെ പറയും. അതാണ് വേണ്ടത്. ഇതാണ് മുഹിബ്ബിൻ്റെ ഖൽബ്. സുന്നത്ത് കൂടിയാണ്. വേറൊരാൾക്ക് ഒരു അനുഗ്രഹം കിട്ടിയാൽ അൽഹംദുലില്ലാ പറയൽ സുന്നത്താണ്. നമുക്കൊരു അനുഗ്രഹം കിട്ടിയാൽ മാത്രമല്ല പറയേണ്ടത്. സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാഇൻ്റെ രാത്രി പാലും കള്ളും മുമ്പിൽ വെച്ചു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് സെലക്ട് ചെയ്തു. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം പറഞ്ഞത്, കള്ളാണ് സെലക്ട് ചെയ്തെങ്കിൽ തങ്ങളുടെ ഉമ്മത്തിനെ തങ്ങൾക്കൊന്നും നല്ല വഴിയിലേക്ക് എത്തിക്കാൻ പറ്റൂലായിരുന്നു. പാല് സെലക്ട് ചെയ്യലോടുകൂടി മനസ്സിലായി തങ്ങളുടെ റൂട്ട് വളരെ ക്ലിയർ ആവും എന്ന്. അതൊരു ശുഭലക്ഷണമാണ്. പിന്നീട് ഒരാൾക്കുണ്ടാകുന്ന അനുഗ്രഹത്തിൽ സന്തോഷിക്കണം നമ്മൾ. മകൻ ഗൾഫിൽ പോയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി നല്ല ജോലിയായി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫാമിലി സെറ്റായി, അൽഹംദുലില്ലാ. എൻ്റെ ഭാര്യന ഗൾഫിലേക്ക് ഒരു 3 മാസത്തേക്ക് കൂട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും ചൊറ വർത്താനല്ല ഫസ്റ്റ് പറയേണ്ടത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഒക്കെ ജീവിക്കണോ, അതാണ് സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്കൊരു മൈൻഡിൽ സന്തോഷം ഇട്ട് കൊടുക്കുക. നീ ഇപ്പോൾ കൂട്ടിയാൽ നിനക്ക് എന്തെങ്കിലും നടക്കുമോ, അതൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അയാളെ സന്തോഷിപ്പിക്കൂ. അൽഹംദുലില്ലാ, അതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അള്ളാഹു നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കി തെരുമാറാവട്ടെ. വേറൊരാൾക്ക് അനുഗ്രഹം കിട്ടുന്നതിനെ ഒരു നിലക്കും വെറുക്കാൻ പാടില്ല. വെറുത്താൽ അത് വലിയ തെറ്റാണത്. അതൊക്കെ ഈ പറഞ്ഞ എല്ലാ കോലവും ഹറാമാണ്, അസൂയയുടെ വ്യത്യസ്ത രീതിയിൽ ഉള്ളതാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തൗബയിൽ നിർബന്ധമാണ്. ആര് തൗബ ചെയ്ത്? നമ്മൾ വിചാരിച്ചത് തൗബ എന്ന് പറഞ്ഞാൽ ഒരു ഹറാമ് കണ്ടാൽ തൗബയാണെന്നാണ്. പലരുടെയും വിചാരം തൗബ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് നേരെ നമ്മൾ ഇപ്പോൾ കള്ളു കുടിച്ചാൽ അല്ലെങ്കിൽ വൃത്തികെട്ടത് കണ്ടാൽ അതിന് തൗബ ചെയ്യണമെന്ന് പോരാ. ഇമാം ഗസാലി റഹിമഹുല്ലാഹിയിൽ പറയുന്നത് കാണാം. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ സവാജിർ രേഖപ്പെടുത്തുന്ന കാണാം. അത്തർഗീബ് തർഹീബിൻ്റെ വ്യാഖ്യാനത്തിൽ വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിനൊക്കെ തൗബ ചെയ്ത് നിർബന്ധം, എന്നാലേ നമ്മൾ നന്നാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫർള് നിസ്കാരം ഒരാളുടേത് ഖളാ ആയി, അയാൾ ഖളാ വീട്ടലോടുകൂടി ആ തെറ്റ് പുറത്തോ ഇല്ല, തൗബ ചെയ്യണം. തൗബ വേറെ ചെയ്യണം. ഖളാ വീട്ടിയത് എന്തുകൊണ്ട്? നിസ്കാരം എപ്പോഴായാലും നിർവഹിക്കണമല്ലോ. തൗബ എന്തിനാ ചെയ്യണത്? ഇപ്പൊ നിസ്കരിച്ചത് സമയത്തിലല്ല, അപ്പൊ ഒരു തെറ്റാണത്. സമയത്തിൽ നിന്ന് തെറ്റിയിട്ടാണ് നിസ്കരിച്ചത്, അപ്പൊ ആ തൗബയിൽ നിർബന്ധമാണ്. ഒരു ഫർള് നിസ്കാരം ഖളാ വീട്ടലോടുകൂടി തൗബയായോ? ഇല്ല, അതൊരു ബാധ്യതയെ തീർന്നിട്ടുള്ളൂ. സമയം തെറ്റിച്ചതിന് തൗബ വേറെ ചെയ്യണം. ഇതുപോലെ നമ്മുടെ മനസ്സിൽ ആരോടും വെറുപ്പില്ലാതിരിക്കണം. എങ്കിലെൻ്റെ പൊന്നുമോനെ അനസേ, നാളെ നമുക്ക് സ്വർഗത്തിൽ ഒന്നിച്ചു കാണാം. ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ. ലിഅഹദിൻ്റെ അവിടെ ഫതുഹുൽ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ വ്യാഖ്യാനിക്കുന്നതാണ്. മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ ആരോടും വെറുപ്പില്ലാത്ത മനസ്സ്. യത്തലി അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഈ വാതിലിലൂടെ വരുന്ന ആള് സ്വർഗത്തിലാണ് എന്ന് 3 ദിവസം പറഞ്ഞപ്പോഴും വന്ന ആളാരാ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം? മനസ്സിലാരോടും വെറുപ്പില്ല, അസൂയയില്ല. അതുണ്ടാക്കിയെടുക്കാം നമ്മൾ. അതാണ് ഒരു മുഹിബ്ബ് പാകപ്പെടുത്തിയെടുക്കേണ്ടത്. നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോഴും മൗലിദ് ചെല്ലുമ്പോഴും എല്ലാത്തിൻ്റെയും ചിന്ത അതാ വേണ്ടത്. ഇതൊരു മൗലിദ് സംഘടിപ്പിക്കുമ്പം തന്നെ രീതി എടുക്കുന്നതിന് കുഴപ്പമൊന്നും വേറെ. പിന്നെ ഈ അപ്പുറം പരിപാടി ഉണ്ടാകുമ്പോൾ എങ്ങനെ ഇപ്പുറം പരിപാടി വെച്ച്, ഇപ്പുറം പരിപാടി ഉണ്ടാകുമ്പോൾ എങ്ങനെ അങ്ങനെ വെച്ച്, ഇതാണ് നമ്മുടെ ചർച്ചയെങ്കിൽ നമ്മുടെ ഖൽബ് മുഹബ്ബിൻ്റെ ഖൽബായിട്ടില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ
അത് ചിന്തിക്കണം. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അവൻ്റെ കുഞ്ഞുങ്ങളുടെ മുട്ട ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അത്തഖ്വ ഹൗന, കൽബാണല്ലോ തഖ്വന്റെ ഇടം. ഇബ്ലീസ് ഇങ്ങനെ കൽബിൽ മുട്ടയിടും. നമ്മൾ വിചാരിക്കും നമ്മൾ ചൊല്ലുന്നതൊക്കെ വേഗം കബൂലിയത്തിലേക്ക് എത്തുന്നുണ്ട്. അത് ചിന്തിക്കരുത്. നമ്മുടെ കൽബാണ് ഏറ്റവും ടോപ്പാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാലും എവിടെ ഇരിക്കുക? കൽബില്. ഇന്ന കൽബൻ എന്നുകൂടി റിപ്പോർട്ടുണ്ട്. അന്ത സാക്കിനുഹു, തങ്ങൾ താമസിക്കുന്ന കൽബ് ലൈസ മുഹ്താജൻ ഇല സുറുജി, വേറൊരു വളക്കും വേണ്ട നബിയെ, തങ്ങൾ എൻ്റെ കൽബിലുണ്ടെങ്കിൽ. അത് വേണം നമ്മുടെ കൽബിൽ കൊണ്ടു നടക്കാൻ പറ്റണം. അതാണ് മഹബത്തിന്റെ മൂന്നാമത്തെ അടയാളം. മഹാന്മാര് പറയുന്നു കസറത്തു സിക്രിഹി ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ ധ്യാനിച്ച് നടക്കണം. അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഈ ഒറ്റൊരു അടയാളം തന്നെ ധാരാളം വിശദീകരിക്കാനുണ്ട്. അതൊരു പ്രമാണമാണ്. ഒരു വസ്തുവിനെ, ഒരാളെ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ അയാളെക്കുറിച്ച് പറയും, ആ വസ്തുവിനെ കുറിച്ച് പറയും, ഓർക്കും, ഉറപ്പാണ്. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് സ്വാഭാവികമല്ല. മനസ്സിൽ കൊണ്ട് നടക്കണം, ധ്യാനിക്കണം. ഇവിടെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലുണ്ടാവണം. പലപ്പോഴും നമുക്ക് ചിലപ്പം തോന്നും, ഇപ്പോൾ പല ആൾക്കാരും മഹബത്ത് പറയുന്നത് ഒരു തവണ രാത്രി സ്വപ്നം കാണലോടുകൂടി പരിമിതപ്പെടുത്തുന്ന പലരുടെയും വിചാരങ്ങളുണ്ട്. അതല്ലല്ലോ മഹബത്ത്. ഒരു തവണ സ്വപ്നം കാണലാണോ മഹബത്ത്? അന്നോടുകൂടി മഹബത്ത് പൂർത്തിയായോ? മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കാണുമോ ഇല്ലയോ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. കണ്ടാൽ തന്നെ തങ്ങളാണെന്ന് മനസ്സിലാവോ ഇല്ലയോ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാണാം, അതാണ് അതിൻ്റെ തഹ്ഖീഖ്. മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള. ഇതിൻ്റെ വിഷയത്തിൽ തന്നെ വസായിലുൽ വുസൂൽ പല ഗ്രന്ഥങ്ങളും ഉണ്ട്, ധാരാളം ഗ്രന്ഥങ്ങൾ. തൻവീറുൽ ഹലക്ക് ഫീ ഇംകാനി റുഅയത്തി നബി വൽ മലക്, ഹാഫിള് സുയൂത്തി റഹിമഹുള്ളാഹുവിന്റെ ഒരു റിസാല കാണാം. പക്ഷെ എല്ലാവരും ഒരുപോലെ അല്ല കാണാം, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുകയും ഇല്ല. ജീവിതകാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരും തങ്ങളുടെ യഥാർത്ഥ രൂപം കണ്ടിട്ടുണ്ടോ? സ്വഹാബത്തിൽ നിന്ന് 6 പേര് മാത്രമേ നബി തങ്ങളെ നേരിട്ട് ശരിക്കും കണ്ടിട്ടുള്ളൂ. അയൽ വറ ഫഹ്മു മഅനാഹു, മുത്തുനബി തങ്ങളെ ഉൾക്കൊള്ളാനൊന്നും സൃഷ്ടികളായ ആർക്കും കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് ഒരാൾക്കും പരിഭവങ്ങളോ ഒന്നില്ല. അതേസമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ വഖത്തഅന ഐദിയഹുന്ന, ആപ്പിൾ മുറിക്കേണ്ട പകരം കൈ മുറിച്ചില്ലേ അവർ? രക്തമൊഴുകിയിട്ട് പല സ്ത്രീകളും, 40 സ്ത്രീയാണോ അല്ല 5 സ്ത്രീകളാണോ മരണപ്പെട്ടത്? തഫാസീറുകളിൽ ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. നബി തങ്ങളെ കണ്ടിട്ട് ഒരു പെണ്ണും പ്രേമിച്ചിട്ടില്ല, ഒരു പെണ്ണും പിന്നെ കയ്യും മുറിച്ചിട്ടില്ല, ഒന്നും മുറിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ്? നബി തങ്ങളുടെ വാപ്പ അബ്ദുള്ള എന്നവരെ പ്രേമിച്ചിട്ട് 200-ലധികം പെണ്ണുങ്ങൾ പ്രേമ നൈരാശ്യത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സൗന്ദര്യത്തിന്റെ കടുപ്പം കൊണ്ട്. ഉമ്മയും നല്ല സൗന്ദര്യമാണ്. അറബ്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോവുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ ബുഷ്റാലി ഉമ്മത്തിഹി ബിറുഅയത്തി വജ്ഹിഹി എന്ന് പറഞ്ഞാൽ ഒരു രാത്രി തങ്ങളെ കാണുക, എന്നിട്ട് പിറ്റേന്ന് സ്റ്റാറ്റസിലിടുക, അതിന്റെ പിറ്റേന്ന് ഈ ഗ്രൂപ്പിലൂടെ 56 ആൾ സ്വപ്നം കണ്ടിരുന്നു എന്ന് പറയാം. അതാണോ മഹബത്ത് എന്ന് പറഞ്ഞാൽ? ഇതാണോ മഹബത്ത്? മഹബത്ത് എന്ന് പറഞ്ഞാൽ കൽബിൽ കൊണ്ട് നടക്കണം. അങ്ങനെ ഒരിക്കൽ സ്വപ്നം കാണലുകൊണ്ട് തീർന്നുകൊണ്ടാണ് റബീഉൽ അവ്വൽ കഴിയലോടുകൂടി നമുക്ക് മൗലിദ് പൂട്ടി വെക്കേണ്ടി വരുന്നത്. ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാളുടെ മദ്ഹ് പറയാൻ ഒരു മാസം പ്രത്യേകം കണക്കാക്കേണ്ടതുണ്ടോ? ആ മാസത്തിലേ പറഞ്ഞോളൂന്നുണ്ടോ? ആ മാസത്തിൽ കൂടുതൽ ഓർമ്മിക്കുന്നു എന്നല്ലാതെ മറക്കാൻ പാടില്ല. ഖൽബിൽ ധ്യാനിക്കണം. എപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് മനസ്സിലുണ്ടാവണം. ശരിക്കും ശ്രദ്ധിക്കണം. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു, സൗബാനെ നിനക്കെന്താടോ രോഗം പിടിച്ചോ? നിന്റെ ശരീരമൊക്കെ വെല്ലൊട്ടി, ശരീരത്തിൻ്റെ കളറൊക്കെ യെല്ലോ കളറായി, എന്താ നിനക്ക്? അബികമർലുനിയ സൗബാൻ, നിനക്ക് രോഗമുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം. എന്താ സൗബാൻ അള്ളാഹിന്റെ മറുപടി? ഉണ്ട്. എന്ത് രോഗം? ദനീഫ്, പ്രേമരോഗമുണ്ട്. പ്രേമരോഗം? അതെന്ത് രോഗം മോനെ? നബിയെ, ഞാൻ വീട്ടിലിരിക്കുമ്പോൾ തങ്ങളെ കാണണമെന്ന് വിചാരിക്കുമ്പോൾ ഓടി വരും. പലപ്പോഴും തങ്ങളെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോകും. തങ്ങൾ ചിലപ്പോൾ ഞാൻ നോക്കുന്നതൊന്നും കാണുന്നുണ്ടാവില്ല, ഞാൻ തങ്ങളെ കണ്ടിട്ട് തിരിച്ചു പോകും. എൻ്റെ വീട്ടിലെത്തിയിട്ട് ഒന്നുകൂടി എനിക്ക് അസ്വസ്ഥമാവും തങ്ങളെ കാണാൻ വേണ്ടി. ഞാൻ വീണ്ടും ഓടി വരും, തങ്ങളെ കാണും, തിരിച്ചു പോകും. ഇപ്പം അടുത്തായിട്ട് എനിക്ക് വരുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, നബിയെ,
ഇതിപ്പോ ദുനിയാവെന്ന് എൻ്റെയും തങ്ങളുടെയും ജീവിതകാലത്ത് എനിക്ക് ആഗ്രഹിക്കുമ്പോഴൊക്കെ തങ്ങളെ കാണാൻ വരാം. പക്ഷേ തങ്ങളും ഞാനൊക്കെ വഫാത്തായാൽ, ഞാൻ മരണപ്പെട്ടാൽ, തങ്ങൾ വഫാത്തായി കഴിഞ്ഞാൽ തങ്ങൾ ഹൈപ്പർ ക്ലാസ്സിൽ ഇല്ലിയിൽ സ്വർഗത്തിൽ, ഞാനെല്ലാം സ്വർഗത്തിൽ എത്തിയാൽ തന്നെ വളരെ ലോക്കൽ കമ്പാർട്ട്മെന്റിലല്ലേ ഉണ്ടാവുക. അവ എനിക്ക് തങ്ങളെ കാണാൻ പറ്റൂലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഉറക്കില്ല, തീറ്റില്ല, കുടിയില്ല. എനിക്ക് ഉറക്കില്ല നബിയെ. ബൂസരി ഇമാമ് പറഞ്ഞ മാതിരി ജീവിതകാലത്ത് മഹാനായ സുബ്ഹാനല്ലാഹ് പറയാണ്. എന്താ സുബ്ഹാനല്ലാഹിന്റെ ചിന്ത? എന്താ ചിന്ത? ഒരിക്കൽ തങ്ങളെ കാണലാണ്. അല്ല, പിന്നെ ഞാൻ മരിക്കും, തങ്ങൾ വഫാത്താവും. ഖബർ ലോകം ആയിരക്കണക്കിന് കൊല്ലം കഴിയും, പിന്നെ 10,000 കൊല്ലം മഹ്ശറിലുണ്ടാവും. അങ്ങനെ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു കാലം വരും പരലോകം. ആ പരലോകത്ത് തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പം ടെൻഷൻ പിടിച്ചിട്ട് രോഗം പിടിച്ച സ്വഹാബി. ഇതിനാണ് മഹബത്ത് എന്ന് പറയുന്നത്. കസറത്തു ദിക്രിഹി ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ ഖൽബിൽ ധ്യാനിക്കുക. എന്തൊരു വിശാലമായ ആലോചന! ഇവിടെ മാത്രം കണ്ടാൽ പോരാ. ബിലാൽ റളിയല്ലാഹുവിന്റെ വഫാത്താണ് നേരത്ത് ഭാര്യ കരയുമ്പോൾ ബിലാൽ റളിയല്ലാഹു എന്താ പറഞ്ഞത്? ഗദൻ അൽകൽ അഹിബ്ബ മുഹമ്മദൻ വസഹബ മുഹമ്മദൻ വഹിസ്ബ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ എൻ്റെ പൊന്നുമോളെ ഈ കരുണത്? വാത്തുറവ, എനിക്ക് വലിയ സന്തോഷ. നാളെ എൻ്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിനെയും കാണാൻ പറ്റുമല്ലോ. അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം, ഓർത്തുകൊണ്ട് ഖൽബിൽ ധ്യാനിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. കൂടുതൽ ഓർക്കുമ്പോൾ, സ്മരിക്കുമ്പോൾ, കുല്ലമ അക്സറ മിൻ ദിക്രിൽ മഹ്ബൂബ്, മഹ്ബൂബായ ആളെ കൂടുതൽ ഓർക്കുമ്പോൾ, വസ്തിഹ്ലാരിഹി ഫീ ഖൽബിഹി, ഖൽബിൽ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ, തളഅഫ ഹുബ്ബുഹു ലഹു, ഹുബ്ബ് കൂടും. നമുക്ക് ഹുബ്ബ് കൂടുണ്ടോ? നമുക്ക് അസലിയായിട്ട് പോയിൻ്റായിട്ടുള്ള ഒരു ചെറിയ കണിക ഉണ്ട് എന്നല്ലാതെ നമുക്കെന്താ ഹുബ്ബ് കൂടാത്തത് എന്നുള്ളതിൻ്റെ ഒരു 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 ചർച്ച നമ്മൾ നടത്തണം. വതസായദ ശൗഖുഹു ഇലൈഹി, അവരോടുള്ള ഇഷ്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കും. വസ്തവല്ല അലാ ജമീഇ ഖൽബിഹി, അവൻ്റെ ഖൽബിൽ നിറച്ചും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാവും. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ നമ്മളെ എത്തിക്കണേ റഹ്മാനെ. അതുകൊണ്ടാണ് സഹാബത്ത് ഉഹദിൽ വഫാത്താവുമ്പോൾ, പല യുദ്ധങ്ങളിലും വഫാത്താവുന്ന നേരത്ത് നമുക്ക് കാണാം, അവർ വഫാത്താകുന്ന നേരത്ത് അടുത്തുള്ള സഹാബത്ത് യുദ്ധം ചെയ്യുമ്പോൾ അവരൊന്നിങ്ങനെ വിളിച്ചിട്ട് എന്താ അവർ പറയാൻ ശ്രമിക്കുന്നറിയോ? അവരെന്താ പറയാൻ ശ്രമിക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്ന് സലാം പറയണേ. അവരുടെ ആ ഒരു മഹബത്തുണ്ടോ? വേറൊരു സഹാബി വിളിച്ചു പറയണത് അൻസ്വാറുകളോട് പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ഏതായാലും മരിക്കുകയാണ്, തങ്ങൾക്ക് നല്ല കാവലായിട്ട് നിങ്ങളൊക്കെ നിൽക്കണം. നിങ്ങളുടെ ജീവൻ്റെ ഒരു തുടിപ്പ് ബാക്കി ഉണ്ടായിരിക്കെ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും വേദന ഉണ്ടായാൽ അള്ളാഹ് വെറുതെ വിടൂല എന്ന് പറഞ്ഞേക്കണം. തൻ്റെ ജീവിതകാലത്ത് മാത്രം റസൂലുള്ളാഹിനെ സംരക്ഷിച്ചാൽ പോരാ, പിന്നെ എൻ്റെ സ്വഹാബത്ത്, എൻ്റെ കൂട്ടുകാരായ അൻസ്വാർ മുഴുവനും തങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്ന വസിയത്തോടെ പോയ സ്വഹാബിമാർ. അതെന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ ഖൽബിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളത്. എപ്പോഴും മുത്തുനബി തങ്ങളെ മനസ്സിൽ കൊണ്ട് നടന്നാലേ ഇത് സാധിക്കുള്ളൂ. നമുക്കിഷ്ടപ്പെട്ടവരെ നാം എന്തായാലും മദ്ഹ് ചെയ്യൂലേ, ഉറപ്പല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ഇന്ന് ഗൾഫ് രാഷ്ട്രത്തേക്ക് പോയ ഒരാൾ, എങ്ങനെയുണ്ട് മോനെ, ആദ്യമായിട്ടും പോയാലും ഉമ്മമാരെ ഇടയ്ക്കിടെ വിളിച്ച് സങ്കടങ്ങളൊക്കെ പറയുമല്ലോ. ഫുഡ് എങ്ങനെ, ഫെസിലിറ്റീസ് എങ്ങനെ? ഉമ്മ നല്ലൊരു കൂട്ടുകാരനുണ്ട് അവിടെ, പിന്നെ ICFൻ്റെ RCയുടെയും കൂട്ടുകാരുള്ള റൂമായതുകൊണ്ട് ഉമ്മ വിചാരിച്ച അതേപോലത്തെ നല്ല മജ്ലിസും റാഹത്തും അസ്മാഉൽ ഹുസ്ന, ബദർ മൗലിദ് എല്ലാം ഉണ്ട്. അൽഹംദുലില്ലാഹ്, 2-3 കൂട്ടുകാരെ എന്തിനും കൂടെ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉറപ്പാണ്. ഇഷ്ടപ്പെട്ടവരെ എന്തായാലും പറയും. കുറച്ചെടുക്കുമ്പോൾ കുറച്ച് പറയും, കൂടുതൽ എടുക്കുമ്പോൾ കൂടുതൽ പറഞ്ഞുകൊണ്ട് എല്ലാവരോടും പറയും. നമ്മൾ പരമാവധി സ്ഥലത്തൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തെയും സ്ഥാപനത്തെയും മഹാനായ ശൈഖുന ഖമറുൽ ഉലമ ഉസ്താദിനൊക്കെ പരിചയപ്പെടുത്താറില്ലേ? ചാൻസ് കിട്ടുന്നിടത്തൊക്കെ പറയാറില്ല. നമ്മൾ ഏതൊക്കെ യൂണിറ്റിൽ പോയിട്ട് ഉസ്താദിനെ കുറിച്ച് പറയാൻ പറ്റുമോ പറയൂലേ? ഉറപ്പല്ലേ? ഇഷ്ടപ്പെട്ടാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടമാണെങ്കിലേ പരമാവധി ചാൻസ് കിട്ടുന്നിടത്തൊക്കെ പറയണം. കസറത്തു ദിക്രിഹി, അവിടുത്തെ കുറിച്ച് പറയണം. ഓഫീസ് സ്റ്റാഫ് മുസ്ലിമായ ആളാണെന്ന് വിചാരിച്ചു, അപ്പോൾ റസൂലുള്ളാഹിന്റെ കരുണനെ കുറിച്ച് പറയാം.
ആ പച്ചയായ ജീവിതം, കുടുംബജീവിതം, എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടുള്ള, എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള അവിടുത്തെ ജീവിതം, അവിടുത്തെ പെരുമാറ്റം, അവിടുത്തെ സ്വഭാവം പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്ത് എത്ര കൊല്ലം ജോലി ചെയ്ത ആൾക്കാരുണ്ടാവും. ബോസ് മുസ്ലിം ആയിരിക്കും, സ്റ്റാഫ് മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ ഇസ്ലാമിനോട് കൂടുതൽ ടച്ചോ പണ്ഡിതന്മാരോട് കൂടുതൽ നമ്മുടെ ICF-ൻ്റെ പരിപാടികൾക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത ആളാണ്. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളെന്ത് മുഹിബ്ബ. അവസരം കിട്ടുന്നിടത്തൊക്കെ പറയണം നടത്തും. കിട്ടുന്ന ചാൻസ്, എപ്പോഴെല്ലാം ഒരു ചാൻസ് റസൂലുള്ളാഹിനെ പറയാൻ കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ പറയണം. ചില സ്ഥലത്ത് ആത്മീയ ഭാവത്തിലായിരിക്കും, ഔദ്യോഗിക പ്രഭാഷണങ്ങളായിരിക്കും, ചിലയിടത്ത് ഒരു വീഡിയോ അയച്ചു കൊടുക്കലായിരിക്കും, ചിലയിടത്ത് നേരെ സാധാരണ സംസാരത്തിൽ അവിടുത്തെ ജീവിതത്തിൻ്റെ സാധാരണ ഡേ ടു ഡേ ഉണ്ടാവുമല്ലോ, അത്തരം കാര്യങ്ങളായിരിക്കും. അത് നമ്മൾ അവസരം കണ്ടെത്തണം. അത് നമുക്കൊരു സ്വാർത്ഥത ഉണ്ടാണ്. എൻ്റെ നേതാവിന് എനിക്ക് പറയാൻ എപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ പറയുമെന്ന് തീരുമാനിക്കും. അങ്ങനെ ടേസ്റ്റുള്ളൊരു ഇസ്ലാം ഉണ്ടല്ലോ, പച്ചയായ ഇസ്ലാം, അത് പഠിപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ മുഹിബിന് കാണുന്നതൊക്കെ ലൈലയായിരിക്കും. ലൈല മജ്നൂനിൻ്റെ കഥയാണല്ലോ സാധാരണ പ്രേമത്തിൻ്റെ വിഷയത്തിൽ ഉദാഹരണം. കാണുന്നതൊക്കെ മൂപ്പരിക്ക് ലൈലയായതുപോലെ നമുക്ക് കിട്ടുന്ന ചാൻസിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ പറ്റണം. ഈ ഹദീസിൻ്റെ പണ്ഡിതന്മാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ലദ്ദത്തായവരാ, ടേസ്റ്റായവരാ. അതുകൊണ്ട് ഒരു ജീവിതം മുഴുവനും 16 കൊല്ലം കൊണ്ട് ബുഖാരി ഇമാമ് സ്വഹീഹുൽ ബുഖാരി ഉണ്ടാക്കിയത്. 16 കൊല്ലം, 1000-ന് മേലെ കിലോമീറ്റർ അവർ സഞ്ചരിച്ചിട്ടുണ്ട് ഹദീസ് ശേഖരിക്കാൻ. ഒരു ഹദീസ് കിട്ടാനൊക്കെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ 3 മാസമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് ഇതേ സംഭവം കാണാം. സ്വഹാബി അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഒരു ഹദീസ് കിട്ടാൻ 1 മാസം യാത്ര ചെയ്തെത്തും. എന്താണ് ഇവർക്കൊക്കെ ഇത് പ്രേരകമായത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബിൽ ധ്യാനിച്ചുകൊണ്ട്. എല്ലാ മതവിജ്ഞാനത്തിൻ്റെ ആൾക്കാരും ഫിഖഹിൻ്റെ, തഫ്സീറിൻ്റെ, ഷുറൂഹിൻ്റെ തങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ജീവിച്ചത്. നസ്റുദ്ദീൻ വനഷുറുദ്ദീൻ, ദീനിനെ പ്രചരിപ്പിക്കുക, ദീനിനെ സഹായിക്കുക. ഏത് സ്വഹാബത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും അവർക്കൊക്കെ മഅയ്യത്തും മുറാഫഖത്തും അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കണം, നബി തങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം, നബി തങ്ങളെ എപ്പോഴും കാണണം. അതുകൊണ്ടല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു ലാസ്റ്റ് മൊമെൻറ്റിൽ തങ്ങളെ എനിക്ക് നാളെ കാണാലോ എന്ന് സന്തോഷിച്ചത്. മോനെ, ശത്രുക്കളെ തുരത്തി ഓടിക്കണോ, അല്ല മോനെ ഇന്ന് കൊല്ലപ്പെട്ടാൽ എൻ്റെ കൂടെ നോമ്പ് മുറിക്കുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ കൂടെ നോമ്പ് മുറിക്കാൻ സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? മഅയ്യത്തിനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ എൻ്റെ മയ്യത്ത് റൗളൻ്റെ അടുത്ത് വെച്ചിട്ട് ഇതാ നബിയെ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയണം എന്ന് പറഞ്ഞത് എന്തിനാ? മരണത്തിന് ശേഷവും കൂടെ കിടക്കാൻ ആഗ്രഹിച്ചിട്ടാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ നേരത്തെ ആയിഷ ബീവിനോട് ആ സ്ഥലം റൗളൻ്റെ പരിസരത്ത് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലം എനിക്ക് ഖബറിന് തരുമോ എന്ന് ചോദിച്ചത് എന്തിനാ? മഅയ്യത്തിനാണ്. മഹാനായ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പാതിരാക്ക് വെള്ളം എടുത്തു കൊടുത്തപ്പോൾ, വുളു എടുക്കാനുള്ള വെള്ളം എടുത്തു കൊടുത്തപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി റബീഅത്തിൻ്റെ ഈ ഖിദ്മത്ത് എന്ന അർത്ഥത്തിൽ തങ്ങൾ ചോദിച്ചല്ലോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ റബീഅത്തെ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. സൽ എന്നാ പറഞ്ഞത്, മഫ്ഊലില്ലാതെ. അതിൻ്റെ അർത്ഥം എന്തും ചോദിച്ചോന്നാ. അതിൻ്റെ അർത്ഥം എന്താ? ലോകത്തെ എല്ലാം എനിക്ക് അള്ളാഹ് തന്നിട്ടുണ്ട് എന്ന്. സ്വർഗമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ അള്ളാഹ് കൊടുത്തു. ഓരോരാൾക്ക് വേണമെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് വെച്ച് കൊടുക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അർഹതയും അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. ഗസാലി ഇമാമും റാസി ഇമാമും സുയൂത്തി ഇമാമൊക്കെ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹും വനഫഅനാ ബിഹിം ഫിദ്ദാറൈൻ. വിഹിതം വെക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹു മുഅത്തി, അള്ളാഹ് നൽകും. വഇന്നമാ അന ഖാസിം, ഞാനാണ് വിഹിതം വെക്കുന്നത്, നിങ്ങൾക്ക് ഇത്ര നിനക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കളില്ലേ? വസബഅത്തുൻ ഔലാദുഹും ഖാസിമു, സൈനബ്, റുഖയ്യ, ഫാത്തിമായ, ഫാഹിമു. നമ്മളറിയാലോ ഈ 7 മക്കളിൽ ഒറ്റ കുട്ടിയുടെ പേരിലാണ് തങ്ങളുടെ പേര് ഓമനപ്പേരായിട്ട് അബുൽ ഖാസിം എന്നറിയപ്പെടുന്നത്. അബുൽ ഖാസിം. എന്താ അബുൽ ഫാത്തിമ എന്നോ അബു അബ്ദുല്ല എന്നോ അബു ഇബ്രാഹിം എന്നൊന്നും പറയാത്ത? എന്താ പറയാത്തത്? അത് ഈ ഒരു അർത്ഥം സൂചിപ്പിച്ചുകൂടിയാണ്. ഏതർത്ഥം? ഖാസിം എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുന്ന ആൾ എന്നാണല്ലോ അർത്ഥം. അപ്പോൾ സ്വർഗമൊക്കെ അള്ളാഹു നേരത്തെ നബി തങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരാൾക്ക് എത്ര വെച്ച്
നിനക്ക് 2 കൊട്ടാരം, അങ്ങനെ ഒരാൾക്ക് വെച്ച് കൊടുക്കാനുള്ള അർഹത അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. വഹാബികൾക്ക് ഇതൊന്നും തിരിയൂലോ, ബുദ്ധി ഉണ്ടാവില്ലോ. അപ്പോൾ ഏതായാലും റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു അന്ന് ചോദിച്ച ചോദ്യം അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, തങ്ങൾ ഒന്നിച്ച് സ്വർഗത്തിൽ സീറ്റ് വേണം നബിയേ എന്ന്. അപ്പോൾ അവരെല്ലാവരും ആഗ്രഹിച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നടന്നുകൊണ്ട് എപ്പോഴും തങ്ങളെ കാണണം, തങ്ങൾ ഒന്നിച്ചിരിക്കണം. അത് ഇവിടുന്ന് മാത്രമല്ല, ഈ ദുനിയാവെന്ന് മാത്രമല്ല, മരണത്തിന് ശേഷം തൊട്ടടുത്ത ഖബർ, സ്വർഗത്തിലും തങ്ങളെ കൂടെ വേണം, തങ്ങളെ കാണണം. അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, നാളെ പരലോകത്ത് തങ്ങളെ ഞാൻ എവിടെയാണ് പരത്തേണ്ടത്, കൃത്യമായി പറഞ്ഞു കൊടുത്തല്ലോ. ആ ഒരു മഹബത്തിൻ്റെ തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പക്ഷെ ഇതിനൊരു മറ്റൊരു വശവും കൂടിയുണ്ട്. തങ്ങൾക്കിത് അറിയാം, എൻ്റെ സ്വഹാബത്തിന് എല്ലാവർക്കും എന്നെ ചുറ്റിപ്പറ്റിയിട്ട് എൻ്റെ കൈ ചുംബിച്ച് എൻ്റെ കൂടെ കിടക്കുക, അങ്ങനെ എല്ലാവർക്കും മോഹമുണ്ട് എന്ന് തങ്ങൾക്കറിയാം. പക്ഷെ തങ്ങൾ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയിരുന്ന ഇവിടെ ദീനീ ദഅവത്ത് നടക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മനസ്സിൽ മറ്റൊരു വശം കൂടി ഇട്ടുകൊടുത്തു. എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറയുന്നോ അത് ശിരസാവഹിക്കൽ, അത് ഏറ്റെടുക്കലും മഹബത്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. നമ്മൾ കരുതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ റൗളന്റെ സ്റ്റാറ്റസ് വെക്കുക, സ്വലാത്ത് ഇല്ല, വേറൊന്നുമില്ല, കൂടെ നടക്കുക, എപ്പോഴും നബി തങ്ങളെ ഓർത്ത് കരയുക, അത് മാത്രമാണ്. അത് മാത്രമല്ല മഹബത്ത്. എന്നപ്പോൾ നമുക്ക് ഒറ്റ മിനിറ്റ് ഒരു ഉദാഹരണത്തിലേക്ക് കിടക്കാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കിടക്കാൻ വിചാരിച്ച സ്ഥലമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടന്ന സ്ഥലത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലം. ഒന്ന് ഭർത്താവ്, മറ്റൊന്ന് വാപ്പ. ലോകത്ത് ഇത്രമേൽ മഹാന്മാരായ ആരുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബ്ദുല്ലാഹിബ്ൻ ഉമർ തങ്ങൾ വഴി ആയിഷ ബീവിയോട് ചോദിക്കുമോ ആ സ്ഥലം തരാൻ, എനിക്ക് കൊതിയുള്ള സ്ഥലമാണ്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക സാധാരണ? എന്നെ എത്ര കാലമായിട്ട് ദ്വാരന്നിട്ട് കിട്ടിയത് തരുന്ന പരിപാടിയില്ല എന്നാണ് നമ്മൾ പറയാം. സ്വാഭാവികമായിട്ടും നമ്മുടെ പരിമിതമായ ചിന്തയിൽ നിന്ന് മഹബത്ത് അത്തരത്തിൽ പരിമിതപ്പെടുത്തിയത് കൊണ്ട് നമ്മുടെ ചെറിയ ബുദ്ധിയിൽ നിന്ന് അങ്ങനെ പറയുള്ളൂ. എത്ര കാലം കൂടിയിട്ട് എൻ്റെ ഉസ്താദ് പൊരുത്തത്തിന് വേണ്ടി തന്നത് ഇതൊരാൾക്കും കൊടുക്കൂല എന്നൊക്കെ പറയും. പക്ഷെ ആയിഷ ബീവി ചിന്തിച്ചൊരു ചിന്ത നമ്മൾ ആലോചിച്ച് നോക്കി. ആയിഷ ബീവി ചിന്തിക്കണതേ, എൻ്റെ മെഹബൂബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബാണ് ഞാനും ഉമർ തങ്ങളും. അതുകൊണ്ടാണല്ലേ നമ്മൾ രണ്ടാളും ആ സ്ഥലം ആഗ്രഹിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ലല്ലോ, തങ്ങളുടെ ചാരത്ത് എന്നതാണല്ലോ അതിൻ്റെ ഒരു കാരണം. അപ്പൊ മുഹിബ് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ മെഹബൂബായ മുത്ത് തങ്ങൾക്ക് വിഷമാവോന്ന് വിചാരിച്ചിട്ട് ആയിഷ ഉമ്മ പറഞ്ഞ് അതെടുത്തോളി, ഞാൻ അപ്പടെ ജന്നത്തിൽ വക്കീൽ കിടന്നോളാം. അതെന്താണ്? അതും കസറത്തു ദിക്രിഹി, റസൂലുള്ളാഹിനെ ഖൽബിൽ കൊണ്ട് ധ്യാനിച്ചത് കൊണ്ട് കിട്ടുന്ന ഒരു റിസൾട്ടാണ്. അല്ലാതെ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കുക, തസ്ബീഹ്മാല മറിക്കുക, അതുമാത്രമല്ല മഹബത്തെ. മുത്തുതങ്ങൾക്ക് ഇഷ്ടമായ കാര്യമൊക്കെ ചെയ്യാം. അത് ഖൽബിൽ റസൂലുള്ളാഹിനെ ധ്യാനിക്കുമ്പോഴേ എൻ്റെ തങ്ങൾക്ക് എന്താ ഞാൻ ചെയ്യൽ ഇഷ്ടം, ഞാൻ എവിടെ എന്ത് സേവനം ചെയ്യലാണ് ഇഷ്ടം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പോകുമ്പോൾ ലഅല്ലക തമറു അലാ ഖബരി, മോനെ നീ ഇനി തിരിച്ചു വരുമ്പോൾ എൻ്റെ ഖബറിൻ്റെ അടുത്തുകൂടിയാണ് ചിലപ്പം വരിക എന്ന് പറഞ്ഞപ്പോൾ മുആദ് തങ്ങൾക്ക് കരച്ചിലടക്കാൻ പറ്റിയിട്ടില്ല. എവിടുന്നാ പോകണത്? സ്വർഗത്തുനിന്നാണ് പോകണത്. സ്വർഗമല്ല, സ്വർഗത്തിനേക്കാൾ വലുതാണ്. ഒരു സ്വഹാബി സദസ്സിൻ്റെ കരയുമ്പോൾ എന്താ ഈ കരയെന്ന് വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞല്ലോ, എനിക്ക് സ്വർഗ്ഗമാണോ നരകമാണോ എന്നറിയില്ല, അത് പേടിയായിട്ടാണ്. ഈ പേടിക്കണ്ട, ഈ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബി ദ്വാരുന്നു, അല്ലാ എങ്കിലും എനിക്ക് വേഗം മരണം തരണേ. അതങ്ങനെ ദ്വാരക്കണത് അല്ല, എന്തായാലും സ്വർഗം ഉറപ്പിച്ചല്ലോ, പിന്നെ മരിക്കണല്ലാണ്ട്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, അയ്യോ അങ്ങനെ ദ്വാരക്കരുത്. ഹദീസിനെ വിശദീകരിച്ചിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയണത് സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ വലുതാണ് റസൂലുള്ളാഹിന്റെ മുഖം നോക്കിയിരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സദസ്സിൽ നിന്നാണ് മുആദ് തങ്ങളെ പറഞ്ഞേക്കണത് യമനിലേക്ക് പോകുന്ന മുആദ് തങ്ങൾക്ക് കരച്ചിലടക്കാൻ പറ്റണില്ല. ആ വാഹനത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ട് മുആദ് തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൊരു വർത്താനുണ്ട്, എൻ്റെ പൊന്നു മുആദേ, അല്ലാഹു ബിക റജുലൻ വാഹിദൻ, നിന്നെ കൊണ്ട് ഒരാൾ നന്നാവുക എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ കിട്ടണതിനേക്കാൾ വലുതാ പൊന്നുമോനെ, ഇത് പോയിക്കളയും.
പോയില്ലേ? അങ്ങനെ ചുറ്റിപ്പറ്റി നടന്നാൽ നമ്മൾ വിചാരിക്കണ പോലെ മഹബത്ത് പരിമിതപ്പെടുത്തിയാൽ എല്ലാവരും മദീനയിലായിരിക്കും. ലോകത്ത് ആഫ്രിക്കയിലും ഏഷ്യയിലൊക്കെ ദീനെത്തും എത്തും. ലോകം മുഴുവൻ കിട്ടണതിനേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞെടുത്തപ്പോൾ അവർ മനസ്സിലാക്കി മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യലാണ് മഹബത്ത്. അതോടൊപ്പം അവർക്ക് ആത്മീയ ദർശനവും കിട്ടി. അത് നമ്മൾ മനസ്സിലാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബിൽ ധ്യാനിച്ച് നടക്കണം. അവിടെയാണ് നമ്മുടെ മഹബത്ത് എത്തേണ്ടത്. എപ്പോഴും ഖൽബിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവണം. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അങ്ങനെ ആകുമ്പോണ്ടല്ലോ പറയണ്ട, ഓർക്കണ്ട എന്ന് ചിന്തിച്ചാലും ഈ മഹബത്ത് പുറത്തു ചാടും. ബുർദ പറഞ്ഞതുപോലെ ബുർദന്റെ 1-ാം ഫസ്ല് മഹബത്തിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫസ്ലാണ്. ബുർദ പഠിക്കുമ്പോഴാണ് അങ്ങനെ പഠിക്കേണ്ടത്. ബുർദന്റെ 1-ാം ഫസ്ല് ചിലർ വിചാരിക്കും ബുർദനിലും മദ്ഹ് തുടങ്ങണത് വലംതു സുന്നത്തമൻ എന്നത് മുതലാണ്. അങ്ങനല്ല. ഒരു മുഹിബ് എങ്ങനെ, ഒരു മഹബത്ത് എങ്ങനെ ആവണമെന്ന് 1-ാം ഫസ്ലിലും ഒരു മുഹിബ് എങ്ങനെ ആവണമെന്ന് 2-ാം ഫസ്ലിലും പഠിപ്പിച്ചിട്ടാണ് അതിലേക്ക് എൻട്രൻസ് കവാടം എക്സാം പാസ്സാക്കുന്നത്. എന്നിട്ട് ഇബാദത്തിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാതെ വാ ഒരു യാക്രമ അടിക്കാല, വെറും യാക്രമ മാത്രമൊന്നും പോരാ. യാക്രമ വേണം, പഠിക്കണം, ശരി തന്നെയാണ്. പക്ഷെ അതിലപ്പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. ഈ റബിയത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു സല്ലി റബിയത്ത് എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി എന്താ ചോദിച്ചേ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, തങ്ങളെ ഒന്നിച്ച് സ്വർഗത്തിൽ ഒരു സീറ്റ് തരണം. അത് തരാം, അത് തരാം. തസ്ബുതു അലാ സുആലിക എന്നാണ് അതിൻ്റെ അർത്ഥം. നീ ആ ചോദ്യത്തുമൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതൊക്കെ അല്ലേ. വഗൈറ ദാലിക, വേറെന്തെങ്കിലും മോനിക്ക് വേണം, വേറെന്തെങ്കിലും വേണം. തസ്ബുതു അലാ സുആലിക, നീ ആ ചോദ്യത്തുമൽ നിലനിൽക്കുന്നുണ്ട്, അറിയാം, ഓക്കെ അത് തരാം. വഗൈറ ദാലിക, വേറെന്തെങ്കിലും അതിൻ്റെ കൂടെ വേണം. ബൽഹുവതാക്ക, അത് മാത്രം മതി നബിയെ. അതെന്താ തങ്ങൾ പറഞ്ഞേ? തരാം. മോൻ തവസ്സുൽ ഇസ്തിഗാസിൻ്റെ ആളാ അങ്ങനെ പറഞ്ഞേ? അല്ല, അഇന്നി ബികസ്റത്തി സുജൂദ്, മോന് കുറേ നിസ്കരിക്കണം, സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണം. അതാണ്. അപ്പോൾ ഓരോന്നും ഓരോ തലത്തിൽ പഠിക്കണം. ഞാനിപ്പോൾ അതിൻ്റെ ഒരു ബുർദൻ്റെ വിശദാംശത്തിലേക്ക് കടക്കുകയല്ല. അങ്ങനെ എത്ര പറയണ്ട എന്ന് കരുതിയാലും പറഞ്ഞു പോകും. എത്ര പറയണ്ടെന്ന് വിചാരിച്ചാലും ബുർദ പറഞ്ഞതുപോലെ മെഹബൂബിനെ കുറിച്ച് പറയും, ഓർക്കുമ്പോൾ കരിയും. സാധാരണക്കാർ സ്വലാത്തിലൂടെ, പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിലൂടെ, ഇൽമിലൂടെ. പണ്ഡിതന്മാർ കൂടുതൽ പഠിക്കുമ്പോൾ അവരുടെ എല്ലാ ചിന്തകളിലും അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, എൻ്റെ മനസ്സിന്ന് ഒരു സെക്കൻഡ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാഞ്ഞു പോയാൽ ഞാൻ മുർത്തദ്ദായി പോകുന്നാ പറഞ്ഞത്. അവർക്ക് പറയണമെങ്കിൽ തന്നെ എത്ര ധൈര്യം വേണം. പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം തങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിക്കും. പണ്ഡിതന്മാർ എന്ന പോസ്റ്റ് എത്തിയിട്ടില്ലെങ്കിലും യഥാർത്ഥ മഹിബ് എന്ന അർത്ഥത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ റബീഉൽ അവ്വൽ കഴിയട്ടെ, കഴിയാതിരിക്കട്ടെ, മഹബൂബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബിൽ കൊണ്ട് നടക്കുമ്പോൾ അല്ലാഹ് ഇത് സുന്നത്തല്ലേ, ഇത് തങ്ങൾക്ക് ഇഷ്ടമല്ലേ, മറ്റൊന്ന് തങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, അങ്ങനെ എല്ലാം റൗള റിലേറ്റഡ് ആയിരിക്കും. ഉഹദ് എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലിയ മഹാന്മാർ അത് റൗള റിലേറ്റഡ് ആയതുകൊണ്ടാണ്. ആ ഒരു അർത്ഥത്തിൽ മദീനയെ ഇഷ്ടം വെക്കണം. അപ്പോഴാണ് നമുക്ക് മദീനയോടും മദീനയിൽ കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം പൂർത്തിയാവണം. സാധാരണക്കാരത് സ്വലാത്ത് ഒരു സമ്മാനമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ചിലർ ഇപ്പോൾ നമ്മൾ ചില കിതാബുകളിലൊക്കെ കാണും, ഇന്ന സ്വലാത്ത് 12 പ്രാവശ്യം ചൊല്ലിയാൽ അയാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണും. അതാ ആ ഒരു മഹാന്റെ ഒരു അനുഭവമായിരിക്കും അത്. ചിലർ 1000 പ്രാവശ്യം ചൊല്ലിയാലും കാണൂല. ചിലർ ഒന്ന് ചൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ തങ്ങൾ വന്നിട്ടുണ്ടാവും, വിളിച്ചോ ഞാനെത്തി എന്നർത്ഥത്തിൽ. അപ്പൊ അതൊക്കെ ചൊല്ലുന്ന ആളുടെ മഹബത്ത് ഹുബ്ബുക്കും ഫീ ഖൽബിന എന്ന് പറയുന്ന ആ ഹുബ്ബ് ഖൽബിൽ ഉണ്ടാവുമ്പോഴാണ്. അങ്ങനെ ഹുബ്ബ് മട്ടത്തിലാവുമ്പോഴാണ് സ്വബ്ബാവുന്നത്. സ്വബ്ബുക്കും വല്ലാഹി ലം യഖിബ്, അവന് പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ആ സ്വബ്ബിലേക്ക് നമ്മൾ എത്തണം. പ്രേമം മൂക്കണമെങ്കിൽ ഖൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടിരുത്തണം. അതിൻ്റെ ഒരു വഴിയാണ് കസറത്തു ദിക്രിഹി, തങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. തങ്ങളുടെ ഖൽബിൽ ധ്യാനിക്കുന്നതോടൊപ്പം ഈ നാവിനേക്കാൾ ഫലം ഉണ്ടാവൽ ഖൽബിൽ ഉണ്ടാകുമ്പോഴാണ്. നാവിൽ ചിലപ്പോൾ ഖൽബിൽ ഉണ്ടാവാതെയും വരാം. സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖൽബിലും നാവിലും ഒന്നിച്ച് ചൊല്ലാനൊന്നും കഴിയുന്നില്ലെങ്കിലും നാവ് കൊണ്ടെങ്കിലും ചൊല്ലണം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് അബ്ദുല്ലാഹിൽ അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കുത്തുബി തങ്ങളുണ്ടല്ലോ, ഖദ്ദസല്ലാഹു സിർറഹു, അവർ ഹദ്ദാദ് ചൊല്ലിയിട്ട് പോകുമ്പോൾ
പാമ്പ് കടിയേറ്റിട്ട് ഇവരെ വിഷം അങ്ങോട്ട് കയറിയിട്ട് പാമ്പ് ചത്തുപോയി. ഇതുപോലെ നമ്മുടെ ഹദ്ദാദിനൊക്കെ അത്ര റിസൾട്ട് ഉണ്ടാവുമെന്ന് വെച്ചാൽ ചൊല്ലേണ്ടതുപോലെ ചൊല്ലാനുണ്ടാവും, കൽബിലും നാവിലും ഉണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ കൽബിലില്ല, അതുകൊണ്ട് നാവിലും ചൊല്ലേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം നാവിൽ നിന്ന് ഇങ്ങനെ ചൊല്ലി 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 പിന്നെ കൽബിലേക്ക് എത്തിക്കണം. നിന്റെ എത്ര സ്വലാത്തായി? എത്ര? 1001. എന്നാൽ ഞാൻ വേഗം ചൊല്ലട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു നാവിൽ ഒതുക്കണതിന് പകരം എണ്ണം എന്നതിലപ്പുറത്ത് എണ്ണമൊക്കെ വേണം. അതിനൊക്കെ ഓരോ മഹത്വങ്ങളുണ്ട്, പ്രമാണങ്ങളും ഉണ്ട്. കൽബിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടിറക്കാൻ കഴിയുമോ നോക്കണം. അങ്ങനത്തെ ഒറ്റ ഒരു സ്വലാത്ത് മതി. പക്ഷെ ആ ഒരു സ്വലാത്തിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ നാവുകൊണ്ട് മാത്രമുള്ള സ്വലാത്ത് കുറേ ചൊല്ലേണ്ടി വരും. ഒന്നുകൂടി അതിൻ്റെ തഹ്ക്കീക്ക് തന്നെ പറഞ്ഞാലേ, ഉദാഹരണം പറഞ്ഞാൽ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഈ ഇസ്തിഗ്ഫാറുന യഹ്താജു ഇലാ ഇസ്തിഗ്ഫാരിന്ന്. നമ്മളൊരു അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം ചൊല്ലിയാൽ ആ ചൊല്ലിയതിന് ഒന്നുകൂടി ചൊല്ലേണ്ടി വരും. എന്താ പറഞ്ഞതിന് അർത്ഥം? നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീന്ന് കാര്യമായിട്ട് ചൊല്ലുമ്പോൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാതെ തെറ്റ് പുറത്തു തരണേന്ന് ഇങ്ങനെ അലസതയോടെ മനസ്സാന്നിധ്യം ഇല്ലാതെ ചോദിക്കും. അള്ളാഹിനെ കാര്യമായിട്ട് വിളിച്ചിട്ട് എൻ്റെ തെറ്റ് പൊറുക്കണേന്ന് പറയുമ്പോൾ തെറ്റേതായാലും ചെയ്ത്, എന്നിട്ട് ആ തെറ്റ് പൊറുക്കണേന്ന് പറയുമ്പോൾ ഒരു മനസ്സാന്നിധ്യം ഉണ്ടായിക്കൂടെ? അവിടെ പോലും അലസ മനസ്സും വേറെന്തോ ചിന്തിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം ഇങ്ങനെ ചൊല്ലുകയാണ്. അപ്പൊ അതിനെ ആ ചൊല്ലിയിലൊന്നും കൂടി ഇസ്തിഗ്ഫാർ ചെല്ലേണ്ടി വരും എന്നാണ് റാബിയത്തുൽ അദവിയ എന്ന മഹദി പറയുന്നത് റളിയല്ലാഹു അൻഹ. പക്ഷേ സാധാരണക്കാരായ നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ ബേജാറാണ്. അതുകൊണ്ട് ചൊല്ലാതിരിക്കുകയാണോ വേണ്ടത്? അല്ല. സുബ്കി ഇമാം അതിനെ ജംഉൽ ജവാമീന്റെ അവസാന ഭാഗത്ത് തസവുഫിന്റെ അധ്യായത്തിൽ പറഞ്ഞു, ഇഹ്തിയാജു ഇസ്തിഗ്ഫാരിന ഇലാ ഇസ്തിഗ്ഫാരിൻ ലാ യൂജിബു തർക്കൽ ഇസ്തിഗ്ഫാർ. നമ്മളൊരു അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം ചൊല്ലിയാൽ വേറൊരു അസ്തഗ്ഫിറുല്ലാഹ് അതിന് ചൊല്ലേണ്ടി വരും എന്ന റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ തീരെ ചൊല്ലാതിരിക്കുകയല്ല വേണ്ടത്. ആ ജംഉൽ ജവാമിൻ്റെ മത്തിനെ വിശദീകരിച്ചുകൊണ്ട് ജംഇനെ ഹാഷ് ചെയ്ത് സർക്കശി ഇമാമ തസ്നീഫുൽ മസാബിൽ പറയുന്നതാണ്. എന്താണ് പറഞ്ഞത്? ഇവിടെ 2 അവയവങ്ങൾ കൊണ്ട് ഇബാദത്ത് നടക്കുന്നുണ്ട്. ഒന്ന് നാവുകൊണ്ടുള്ള ഇബാദത്തും മറ്റൊന്ന് ഖൽബ് കൊണ്ടുള്ള ഇബാദത്തും. രണ്ടും കൂടി വേണമെന്നാണ് റാബിയ റളിയല്ലാഹു അൻഹ പറയുന്നത്. രണ്ടും കൂടി വേണം, നാവുകൊണ്ടും വേണം, ഖൽബ് കൊണ്ടും വേണം. ഒന്നില്ല എന്നതുകൊണ്ട് മറ്റൊന്ന് വേണ്ട എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ഖൽബ് കൊണ്ടുള്ളത് നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ദുർബലമായ ഈമാൻ കൊണ്ട്, തഖ്വ ഇല്ലാത്തതുകൊണ്ട്, മഹബത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ഖൽബിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. വെറും നാവിലൊന്നും. അതുകൊണ്ട് അത് നിർത്താണോ വേണം? അല്ല. കടയിൽ പോയിട്ട് തക്കാളിയും പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങും വാങ്ങാൻ വേണ്ടി ഉമ്മ നിർദ്ദേശിച്ചു. ഉരുളക്കിഴങ്ങില്ല, ദേഷ്യം പിടിച്ചിട്ട് തക്കാളിയും വാങ്ങാതെ വരരുത്. എന്തെങ്കിലും ഒന്ന് നമുക്ക് തക്കാളിക്കറി വെക്കാം, വാജിക്കറി വെക്കാനാണ് വിചാരിച്ചത്. പക്ഷെ നടന്നിട്ടില്ല. ഒന്നാണ്. ആ അർത്ഥത്തിൽ സാധാരണക്കാരായ നമ്മൾ ആ ഒരു സ്വലാത്ത് എന്ന് പറഞ്ഞില്ലേ, ഒറ്റ ഒരു സ്വലാത്ത് മതി നമ്മളെ എല്ലാം പൂർത്തിയാവുന്നത്. അതിലേക്ക് എത്തണമെങ്കിൽ കുറേ സ്വലാത്ത് നാവുകൊണ്ട് ചൊല്ലേണ്ടി വരും. അങ്ങനെ പച്ചപ്പായ അള്ളാഹിൻ്റെ കരുണ അങ്ങോട്ട് ഇറങ്ങും. ഈ പാവം എത്ര കാലമായി ചെല്ലണത്. പക്ഷെ അതിൻ്റെ മനസ്സാണെങ്കിൽ ഗസാലി ഇമാമിനെ പോലെ ആവൂലാന്ന് അള്ളാഹ്ക്ക് പറയാലോ. അതുകൊണ്ട് നമ്മൾ സ്വലാത്തിലൊരു കുറവും വരുത്താൻ പാടില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അത് തന്നെയാണ്. സ്വലാത്ത് കൂടുതൽ ചൊല്ലാൻ ശ്രമിക്കണം. അന്നമൻ സ്വല്ല അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 മറ ഫിൽ യൗം. ഒരു ദിവസം 100 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ കാന കമൻ ദാവമ വൽ ഇബാദത്ത തൂലൽ ലൈലി വൻ നഹാർ, ജീവിതം മുഴുവനും ഇബാദത്ത് ചെയ്തവനെ പോലെയാണ് എന്ന് കിതാബുകളിൽ കാണാം. ജീവിതം മുഴുവൻ ഇബാദത്ത് ചെയ്തവനെ പോലെ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലുന്ന സ്വലാത്ത്. അത് നമ്മുടെ ഖൽബിനെ ശുദ്ധീകരിക്കുന്ന ഒരു കർമ്മം കൂടിയാണ്. എല്ലാ വസ്തുക്കളും മോശമാവും. ആ മോശമാകുന്ന വസ്തുക്കളെയൊക്കെ ശുദ്ധീകരിക്കാൻ, ഇപ്പം നായ തൊട്ടാൽ മണ്ണ് വേണം വെള്ളത്തോടൊപ്പം, വസ്ത്രം വൃത്തികേടായാൽ സോപ്പ് വേണം അതിന് ശുദ്ധിയാക്കാൻ, ഇരുമ്പ് തുരുമ്പിച്ചാൽ, അങ്ങനെ ഓരോന്നിനും ഓരോ ശുദ്ധീകരണ മാർഗമുണ്ട്. എന്നാൽ ഒരാളുടെ ഖൽബ് മോശമായാൽ ശുദ്ധിയാക്കാനുള്ള വഴി അസ്വലാത്തു അലൽ ഹബീബിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൽ കാണാം, അവർക്ക് സ്വലാത്തല്ലാണ് അവരുടെ ഖൽബ് ശുദ്ധിയാവാനുള്ള വഴി. അള്ളാഹു തൗഫീഖ് ചെയ്യുമാണ്. നാളെ ആഖിറത്തിൽ അള്ളാഹിൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും അവിടുത്തെ ജിവാറിലായി ഒരുമിച്ച് കൂടാനും ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. എൻ്റെ അടുത്ത് അവിടെ 3 റിപ്പോർട്ട് കാണാം. ഇന്ന ഔലന്നാസി ബി,
എന്ന് പറയുന്നിടത്ത് അഖറബുക്കും മിന്നി യൗമൽ ഖിയാമത്തി ഫീ കുല്ലി മൗത്തിനി, എല്ലാ സ്ഥലത്തും എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്ന് ചിലയാൾക്കുണ്ടാവും. ഏത് സദസ്സിൽ പോകുമ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നുള്ളൊരു ഒരു 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 ഇഷ്ടം ഉണ്ടാവില്ല. അതുപോലെ എൻ്റെ അടുത്ത് തന്നെ ഒരാൾക്ക് നിൽക്കണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ സ്വലാത്ത് ചെല്ലട്ടെ എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ അടുത്ത് വീട് വേണമെങ്കിൽ അയാൾ സ്വലാത്ത് ചെല്ലട്ടെ. റബീഉൽ അവ്വൽ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കൂടുതൽ സ്വലാത്ത് ചെല്ലണം. അതോടൊപ്പം ഫീഹി ബശാറത്തുൻ അളീമത്തുൻ ഫി അസ്ഹാബിൽ ഹദീസ്. ഇബ്നു ഹജർ തങ്ങൾ ഈ ഹദീസിനെ വിശദീകരിച്ച് പറയുന്നത് ഹദീസിൻ്റെ ലോകത്ത് വ്യാപൃതരാവുന്നവർക്ക് വലിയ ഒരു സന്തോഷ വാർത്തയാണ്. കാരണം ലിഅന്നഹും യുസല്ലൂന അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലൻ വഫിഅലൻ നഹാറൻ വലൈലൻ ഇൻദൽ ഖിറാഅത്തി വൽ കിതാബ. ഹദീസ് പഠിക്കുമ്പോഴും എഴുതുമ്പോഴും അവരെപ്പോഴും സ്വലാത്ത് എഴുതും. ഫഹും അക്സറുന്നാസി സ്വലാത്തൻ, ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ സ്വലാത്ത് കൂടുതൽ ചൊല്ലുന്നവർ ഹദീസിൻ്റെ പണ്ഡിതന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഹദീസ് ഒരു ദിവസം റബീഉൽ അവ്വലിൻ്റെ ഒരു സന്ദേശമായിട്ട് ഒരു ഹദീസ്, ഒരു ദിവസം ഒറ്റൊരു ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ പ്രതിജ്ഞാബദ്ധരായി ഏറ്റെടുത്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയം വെക്കണം. ബറക്കത്തിന് ചെറിയൊരു സംഭവം, വളരെ ചെറിയൊരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബനു ഇസ്രായേലിൽ ജീവിച്ച ജീവിതം വളരെ തെറ്റുകുറ്റങ്ങളിലായി ചെലവഴിച്ച അദ്ദേഹം ലമ്മ മാത്ത, അയാൾ മരണപ്പെട്ടപ്പോൾ എല്ലാവരും അയാളെ ഒഴിവാക്കി, തീരെ മൈൻഡ് ചെയ്തില്ല. അയാളുടെ ജനാസ സംസ്കരണ പരിപാടികൾക്ക് പങ്കെടുക്കാൻ ആരെയും കിട്ടിയില്ല എന്നർത്ഥം. ഫഔഹല്ലാഹു ലി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു അൻ ഗസ്സിൽഹു വസ്വല്ലി അലൈഹി, അവരെ കുളിപ്പിക്കുകയും അവരുടെ മയ്യത്തുസ്കാരമൊക്കെ നടത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞു. ഫഇന്നി ഖദ് ഗഫർതു ലഹു, ഞാൻ എല്ലാ തെറ്റും അയാൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനോട് മൂസ നബി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ അവിടുത്തെ അദ്ദുറുൽ മല്ലൂദിൽ രേഖപ്പെടുത്തുന്നതാണ് വബിമദാലിക യാ റബ്ബ്, അള്ളാഹുവെ എന്തുകൊണ്ട് അയാളുടെ തെറ്റൊക്കെ പുറത്തത്. ഇന്നഹു ഫതഹ തൗറാത്ത യൗമൻ, ഒരു ദിവസം അയാൾ തൗറാത്ത് തുറന്നപ്പോൾ ഫവജദ ഫീഹ, ആ തൗറാത്തിൽ ഇസ്മ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പേര് അവർ കണ്ടു. ഫസ്വല്ല അലൈഹി, ആ പേര് കണ്ടപ്പോൾ അയാൾ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലി. ഫഗഫർതു ലഹു ബിദാലിക, ആ കാരണം കൊണ്ട് ഞാൻ അയാളുടെ തെറ്റെല്ലാം പുറത്തു. നോക്കൂ കൂട്ടരെ, ഈ ചരിത്രം മഹാനവറുകൾ പറയുന്നതന്നെ എന്തിനാണെന്നറിയാം. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ഈ ദിക്ർ, ഈ ചരിത്രം പറയുന്നത് തന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള പ്രചോദനമുണ്ടാവാനാണ്. ഒരു സ്വലാത്ത് ഇല്ലയാൾക്ക് എല്ലാ തെറ്റും അള്ള പുറത്തിട്ടുണ്ടെങ്കിൽ. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു, അബൂബക്കർ ശിബിലി തങ്ങൾ, സൂഫിയാക്കളിലെ വളരെ പ്രമുഖനായ ശിബിലി ഇമാം, ഹിജറ 334 വഫാത്തായ പണ്ഡിത ശ്രേഷ്ഠർ. അവരുടെ ഒരു അയൽവാസി മരണപ്പെട്ടപ്പോൾ അവരെ സ്വപ്നത്തിൽ ശിബിലി ഇമാം കണ്ടു. എന്തുണ്ടായിരുന്നു നിന്റെ മരണ സമയത്തുള്ള അവസ്ഥയും നിന്റെ ഖബറിലുള്ള ഭയാനകതയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ആ അയൽവാസി പറഞ്ഞത് എന്താണെന്നറിയോ? ശിബിലി ഇമാമെ, ഞാൻ എന്നെ മനസ്സിൽ വിചാരിച്ചു പോയി, ഖബറിലെ ഭയാനകതയൊക്കെ കണ്ടിട്ട് ഞാൻ മുസ്ലിമായിട്ടല്ലേ മരിച്ചത്. അപ്പോഴാണ് ആരോ ഒരു അനൗൺസ്മെൻറ്റ് പറയുന്നതായിട്ട് കേൾക്കുന്നത്, ഒരാരോ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നത് കേൾക്കുന്നുണ്ട്. ആദിഹി ഉഖൂബത്തു ഇഹ്മാലിക ലിൽ ലിസാനിക ഫിദ്ദുനിയ, ദുനിയാവിൽ ടോക്കറ്റീവ് ആയതുകൊണ്ട് കിട്ടിയ ശിക്ഷയാണിത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നാവിന് ഒരു റെസ്റ്റും ഇല്ലാത്ത ആളായതുകൊണ്ട് നിനക്ക് കിട്ടിയതാണ്. എനിക്കുറപ്പായി എനിക്ക് വലിയ ശിക്ഷ വരാനുണ്ട്. ഫലമ്മ ഹമ്മബി അൽ മലക്കാനി, മലക്കുകൾ എനിക്ക് ശിക്ഷ തരാൻ വേണ്ടി അവർ കരുതിയിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഹാല ബൈനി വബൈനഹുമാ റജുലുൻ ജമീലുൻ ത്വയ്യിബർ റാഹ, നല്ല സൗന്ദര്യമുള്ള, സുഗന്ധം ഉള്ള, പരിമളമുള്ള ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഫദക്കറനി ഹുജ്ജത്തി, എനിക്ക് ചോദ്യത്തിന് ഉത്തരമൊക്കെ പറഞ്ഞു. ഞാൻ ഉത്തരം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, മൻ അന്ത, നിങ്ങളാരാ? അന ശഖ്സുൻ ഖുലിഖത് ലികസറത്തി സ്വലാത്തിക അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ ഒരു മനുഷ്യരൂപത്തിലാക്കി അള്ളാഹ് സൃഷ്ടിച്ചതാണ്. ഇനിയാണ് കേൾക്കേണ്ടത്. വ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ട, എന്നോട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്ത്? അൻ അൻസുറക ഫീ കുല്ലി ഖുറബിൻ, നിൻ്റെ എല്ലാ പ്രയാസഘട്ടങ്ങളിലും, അയാളുടെ എല്ലാ പ്രയാസഘട്ടങ്ങളിലും സഹായിക്കണേ എന്ന് എനിക്ക് ഓർഡർ വന്നതുകൊണ്ട് നിങ്ങൾ ഈ പ്രയാസം അനുഭവിച്ചപ്പോൾ ഓടിയെത്തിയതാണ്. തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന ഗ്രന്ഥത്തിലും പല ഗ്രന്ഥങ്ങളിലും ഈ ചരിത്രം കാണാം.
പ്രിയപ്പെട്ട മോമിനീങ്ങളെ, സ്വലാത്ത് നമ്മൾ ഏറ്റെടുക്കണം. ചുരുങ്ങിയത് ഒരു 100 സ്വലാത്തെങ്കിലും നമ്മുടെ ദിവസം ഉണ്ടാവണം. അതെപ്പോഴും ഒരു സമയം നിശ്ചയിച്ച് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു ഏറ്റെടുക്കുമാറാവട്ടെ. നമ്മളെല്ലാം യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ.